ഇന്ന് വരെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങാത്ത ഒരു സ്ക്രിപ്റ്റാണ് മധു കലാഭവൻ എന്ന ചേട്ടൻ അത് എഴുതി കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മൈൻഡ് റീഡിങ്ങിലൂടെ ഒരാളുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നാ പറയുന്നത്. ഇതിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ റിയൽ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇത് വെച്ച് ഐഷ കുറെ എന്തായാലും ചെയ്യും നോക്കിക്കോ എന്നുള്ള ഒരു കോൺഫിഡൻസ് എല്ലാവരും എനിക്ക് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ആയിഷയ്ക്ക് ഇത് ഭയങ്കരമായ എൻട്രി ആയിരിക്കും മലയാളത്തിൽ എന്ന് പറഞ്ഞു. ഗംഭീരമായ എൻട്രി മലയാളത്തോട് വിടുന്നു. ആയിഷ മലയാളിയാണെന്ന് പലപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അസലായിട്ട് ഇന്റർവ്യൂ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന ആയിഷ വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. നായകനും കാസർഗോഡല്ലേ. പുള്ളി അതിന് റെഡിയാണ്. അതാണ് ഇഷ്ടം നമുക്ക്. ചേട്ടനായിരുന്നു എന്നെ സണ്ണി ലിയോണിയാക്കി മാറ്റിയത്. സ്റ്റാർ മാജിക്കിനകത്ത് എന്നെ പെണ്ണാക്കി മാറ്റി, എന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു. എല്ലാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അതാ ബിഗ് ബോസിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ. എന്ത് തന്നാലും ബിഗ് ബോസിന് രണ്ട് ആൾക്കാരുണ്ട്. മലയാളമാണെങ്കിൽ തെലുങ്ക്, തമിഴാണ്. മലയാളത്തിൽ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? സാധ്യത എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. അതോടുകൂടി എല്ലാം കീറിയെന്ന് വിചാരിച്ച മാത്രം. നമ്മൾ പുറത്തു നിന്ന് നെഗറ്റീവ് ഷെയ്ഡ് അടിച്ച ഒരുപാട് പേരുണ്ടാവും. ഞാൻ അക്കൂട്ടത്തിലുള്ള ആളാണ്. ഞാൻ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, തേച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഈ നെഗറ്റീവ് ഷെയ്ഡ് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പോസിറ്റീവായി കയറിയ പലരും നെഗറ്റീവായി പുറത്തിറങ്ങും, നെഗറ്റീവായി കയറിയ പലരും പോസിറ്റീവായിട്ട് പുറത്തിറങ്ങും. എന്റെ കൂടെ കളിച്ചവരാരാണ്? സെലിബ്രിറ്റികളാണ്. ഏകദേശം 19-20 പേരായിരുന്നു എനിക്കെതിരെ ഉണ്ടായിരുന്ന ആ സീസണിൽ. ഫാമിലിയും കരിയറും സമൂഹത്തിലുള്ള വിലയും എല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു. മൊത്തം മാസ്കാണ്, മൊത്തം ഇമേജ് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങി. നമ്മൾ തമ്മിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ താങ്കൾ നേരത്തെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വേണ്ടാത്ത പല കാര്യങ്ങൾ അത് മുഴുവൻ മാറ്റിയെടുത്ത് എന്താണ് ശരിയെന്ന് ഇയാളെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ എനിക്കൊരു 2 മണിക്കൂർ സമയം തരാമെങ്കിൽ ആ കാര്യം നടക്കും. ഈ കളർഫുൾ ഷർട്ട് അല്ലെങ്കിൽ കളർഫുൾ നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേഷം കെട്ടുന്ന ഫീൽഡിലാണ് നിൽക്കുന്നത്. വേഷം കെട്ടിയാലേ കഞ്ഞി കുടിക്കാനുള്ള വകയുള്ളൂ, അല്ലെ? മേക്കപ്പ് ഇടുന്ന ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേഷത്തിന്റെ ഭാഗമാണ്. ഇത് കഴിഞ്ഞാൽ ഇതങ്ങ് ഊരി വയ്ക്കുക, നല്ല വ്യക്തി, ഒരു നാട്ടിൻ പുറത്തുകാരനെ പോലെ സാധാ വ്യക്തിയായിട്ട് പോവുക. ഇതെല്ലാ കുട്ടികളും ഫാമിലിയും കാണണമെന്ന് പറയാൻ കാരണം മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിനെ നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ടോട്ടൽ ഫെയില്യൂർ ആയിരിക്കും. നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സ് തോണിക്കാരനില്ലാത്ത ഒരു തോണി പോലെയാണെന്നാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഡോക്ടർ ബെനറ്റ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ മെന്റലിസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആളുകൾ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ഒരു 5-6 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അത് പശ്ചാത്തലത്തിൽ ഒരു സിനിമ വരുന്നു. എന്താണ് ഡോക്ടർ ബെനറ്റ്? ഡോക്ടർ ബെനറ്റ് എന്ന സിനിമ മെന്റലിസ്റ്റ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫേമസ്. ഇപ്പൊ എല്ലാവരും മാജിക് ഇപ്പൊ ഒരുപാട് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട്. മെന്റലിസ്റ്റ് പഠിപ്പിക്കുന്നുള്ളൂ കുഞ്ഞുങ്ങളെയൊക്കെ. നമ്മുടെ സബ്ജക്റ്റിൽ മെന്റലിസം എന്ന് പറയേണ്ട മൈൻഡ് റീഡിംഗ് ആണ്. ശരിക്കും മെന്റലിസം അല്ല, ഇല്ല എന്നല്ല പറയുന്നത്. മൈൻഡ് റീഡിങ്ങിലൂടെ ഒരാളുടെ മനസ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നാ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരങ്ങനെ മൈൻഡ് റീഡിങ്ങിലൂടെ ഇപ്പം മോളുടെ മൈൻഡ് എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ എനിക്ക് മോളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പരിധി വരെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞാൽ മോളത് ചെയ്യും. കാരണം മോളുടെ മൈൻഡ് ഞാൻ വായിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് തീരുമാനം മോളെടുക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് മൈൻഡ്. അതിനാണ് ഇതിന് മുഖ്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ TS സാബുവാണ് ചിത്രത്തിൻ്റെ സംവിധാനം. PR മൂവി ഹൗസും അബാജി ഫിലിംസും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറി മെന്റലിസ്റ്റ് ഷമീർ എന്ന് പറഞ്ഞ ആളാണ്. തിരക്കഥാ സംഭാഷണമാണ് ഞാൻ എഴുതിയേക്കുന്നത്. ആളുടെ റിയൽ ലൈഫ് സ്റ്റോറി ആസ്പദമാക്കി അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അല്ലല്ല, അങ്ങനെ റിയൽ സ്റ്റോറി അല്ല. ഒരു റിവെഞ്ച് ആണ്. അപ്പൊ നമ്മുടെ ഫിലിമിലെ നായകനാണിത്. റിവെഞ്ച് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നമുക്ക് എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ പറ്റുന്നവരില്ല. കാരണം നമുക്ക് അതിനൊപ്പം അവരോടൊപ്പം പ്രതികാരം ചെയ്യണമെങ്കിൽ അതേ ലെവലിൽ നിൽക്കുന്നവർ രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി തകർത്ത് കഴിഞ്ഞാൽ അവരോട് പ്രതികാരം തല്ലി തീർക്കാനോ കൊല്ലാനോ പണം കൊണ്ട് ചെയ്യാനോ പറ്റാതെ വരുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഥയാണിത്. അപ്പോൾ നായകനെ സംബന്ധിച്ചോളം ജിൻസ് ജോയി, അദ്ദേഹം ഞാനൊരു മെന്റലിസ്റ്റുമാണ്, മൈൻഡ് റീഡിംഗ് ആണ്, അറിയാവുന്ന ആളാണ് ഇദ്ദേഹം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമാണ് എന്നെ അങ്കിളെന്ന് വിളിക്കുന്നത്. അപ്പം അദ്ദേഹം അത് അറിയാവുന്ന ഒരാളാണ്, മൈൻഡ് റീഡിങ്ങും. അപ്പോൾ അതിലൂടെ
റിവെഞ്ച് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ക്യാരക്ടർ മൂവിയിൽ character ഞാൻ movie- റിയൽ ലൈഫിൽ എനിക്ക് അറിയാം, തോന്നി അതുകൊണ്ടാ പറഞ്ഞത്. ഇല്ല, ഇല്ല. റിയൽ ലൈഫിൽ അറിയും. അല്ല അതാണ് കലാഭവൻ മധുചേട്ടന്റെ പ്രത്യേകത. പറഞ്ഞത് റിയൽ ആയില്ലേ, റിയലിസ്റ്റിക് ആയി പ്രസന്റ് ചെയ്തില്ലേ, അതെ, അല്ലേ? അതാണ് സിനിമ. തീർന്നില്ല. അപ്പൊ അതിലേറ്റവും വലുത് അദ്ദേഹത്തിന്റെ ഒരു പഴയ കാലഘട്ടം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ രണ്ട് കാലഘട്ടങ്ങളിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഐഷനെ അറിയാലോ, ബിഗ് ബോസ് താരമാണ്, തെലുങ്ക്, തമിഴ് എല്ലായിടത്തും അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഐഷയാണ് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത്. ഐഷ നല്ലൊരു ക്യാരക്ടറാണ്, ഒരു പോലീസ് ഓഫീസറാണ് ചെയ്യുന്നത്. മാത്രവുമല്ല പുള്ളിക്കാരൻ്റെ ഒരു ലവർ കൂടിയായിരുന്നു. അതൊക്കെ ഒരു കഥ സ്റ്റോറി അങ്ങനെ പോകുന്നത് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ അന്വേഷണം എങ്ങനെ കൊന്നു ടെൻഷൻ. റിയൽ എന്ന് പറയുമ്പോൾ ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു കഥയല്ല, പക്ഷെ ഇതിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ റിയൽ ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. അതെ അതെ, ഒരാളെ നിയന്ത്രിക്കാൻ. ഇപ്പം നമ്മൾ ശരിക്കും റേഡിയോ ഒക്കെ പണ്ട് കാലങ്ങളിൽ ആലപ്പുഴ കിട്ടുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആലപ്പുഴ ആംപ്ലിറ്റ്യൂഡ് കറക്റ്റ് ആവില്ലേ? ഏകദേശം ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അത് റിയൽ തന്നെയാണ്. അങ്ങനെ തെളിയിച്ചവരുണ്ട്. അതാണ് നമ്മുടെ സ്റ്റോറി. ഒരു പക്കെ ഇപ്പൊ ഞാനാണ് അതിന്റെ തിരക്കഥ സംഭാഷണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഹ്യൂമറാന്ന്. കാരണം ഞാൻ സിനിമാലയുടെ റൈറ്ററാണ്, ആക്ടറുമാണ്. ഞാൻ സിനിമാല റൈറ്ററാണ്, ബെഡായ ബംഗ്ലാവിൽ റൈറ്ററാണ്, മുകേഷ് ഏട്ടൻ പിഷാരടി ചെയ്തത്, സ്റ്റാർ മാജിക്കിന്റെ റൈറ്ററാണ്, ആക്ടറുമാണ്. അപ്പൊ ഇത്രയും ഷോ ചെയ്ത് ഈ താടികളുകൊണ്ടാണ് അറിയാത്തത്. ഇത്രയും ചെയ്ത് പിന്നെ ഫിലിമിൽ ഇപ്പൊ ബിബിൻ ജോർജ്, വിഷ്ണുവൊക്കെ എന്റെ ശിഷ്യന്മാരെ. അപ്പൊ അവരുടെ വെടിക്കെട്ട്, അപൂർവത്രന്മാര് എക്സ്പീരിയൻസ് സിനിമ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതിയ ഹ്യൂമറാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അവന് ഹ്യൂമർ അല്ല. ഹ്യൂമർ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് ശശി തീർച്ചയായും. അറിയാലോ. അല്ല, ഞാൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നാണല്ലോ, നമ്മളന്ന് ഫ്ലവേഴ്സിൽ കണ്ടായിരുന്നു. ഗസ്റ്റ് ആയിട്ട് വന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഞാൻ 10 ആഴ്ച സ്റ്റാർ ബിഗ് ബോസിന് ശേഷം 10 ആഴ്ച അദ്ദേഹത്തിന്റെ സ്കൂളില് നമ്മൾ കളിച്ചാണ്. പുള്ളി ഗംഭീരമായിട്ട് ചെയ്തു. നല്ല റേറ്റിംഗ് നമ്പർ 1 ആയി. പുള്ളി ഒരുപാട് സംഭവം ചെയ്തു. പറഞ്ഞു അതിന്റെ പ്രത്യേകത ഉണ്ട്. എന്ത് പറഞ്ഞാലും ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. അത് നമുക്ക് ചെയ്യാലോ എന്ന് പറയും. അങ്ങനെ നോ പറയില്ല. അതായത് പുള്ളി അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റ് കാരണം പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. നമ്മൾ ഗ്രൂം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതാ ബിഗ് ബോസിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ. എന്ത് തന്നാലും ബിഗ് ബോസിന് 2 ആൾക്കാരുണ്ട്, മലയാളാണെങ്കിൽ തെലുങ്ക്, തമിഴാണ്. എന്ത് തന്നാലും ചെയ്യും. അതിനകത്ത് ചേട്ടനായിരുന്നു എന്നെ സണ്ണി ലിയോണിയാക്കി മാറ്റിയത്. സ്റ്റാർ മാജിക്കിനകത്ത് എന്നെ പെണ്ണാക്കി മാറ്റി, എന്നിട്ട് ഡാൻസ് കളിപ്പിച്ചു. എല്ലാം എന്തൊക്കെ തന്നാലും അതിന്റെ പ്രത്യേകത ഞാൻ പറയുന്ന മാത്രമേ പുള്ളി അതിന് റെഡിയാണ്. അതാണ് ഇഷ്ടം നമുക്ക്. ഇപ്പൊ നമ്മള് പറയുമ്പോഴേക്കും അങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെയ്യാം, ഇതങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ വാ, അപ്പൊ നമുക്ക് എഴുതാനും പറഞ്ഞു കൊടുക്കാനും പെട്ടെന്ന് പറ്റും. ചേട്ടൻ സ്പോട്ടിലാണ് എഴുതുന്നത് കംപ്ലീറ്റ് സമയത്ത്. പിന്നെ ഇന്നേറിട്ട് കൊടുക്കും, ഇന്നേറിൽ കൊടുക്കും. ആയിഷ മലയാളിയാണെന്ന് പലപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അസലായിട്ട് ഇന്റർവ്യൂ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്ന ആയിഷ വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ. നായകനും കാസർഗോഡല്ലേ? 2 കാസർഗോഡാണ്. 2 പേര് സീരിയസ് ആണ്. ഹീറോ ആണ് ഇരിക്കുന്നത്, ഹീറോയിനി. അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സസ്പെൻസ് ഞാൻ പൊളിക്കാതെ കഥ മൊത്തം പറഞ്ഞു തന്നെ, അതിന്റെ ക്ലൈമാക്സ് പറഞ്ഞു തന്നെ. ചേട്ടാ കഥ മനസ്സിലായി, പൊക്കോന്ന് പറഞ്ഞു വിട്ടതല്ലോ. അതുകൊണ്ട് ചിലപ്പോ പറഞ്ഞു കൊടുത്ത അവസാനം ക്ലൈമാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പറയും ഇനി ക്ലൈമാക്സ് മതിയല്ലോ, മതി, ഓക്കെ എന്ന്. മലയാളികൾക്ക് ഒരു നായകനെ കൂടി കിട്ടിയെന്ന് പറയാം. ആദ്യ സിനിമയല്ലേ? അഭിനയിക്കോ? എനിക്കും അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോറി, എന്തായിരുന്നു ചോദ്യം? ഇനി അഭിനയിക്കും? അതൊരു വലിയ ചോദ്യമാണ്. അഭിനയിക്കും, ഉറപ്പായിട്ട് അഭിനയിക്കും. പക്ഷെ ഇനി ഇപ്പോഴും നമുക്കൊരു നായകനായി കിട്ടുന്നവർക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുന്ന ഏതാ നല്ല റോള് അത് നമ്മൾ അഭിനയിക്കും, ഉറപ്പായിട്ട് അഭിനയിക്കും. പിന്നെ എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരും. പുള്ളി ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിൽ വന്ന ആളാണോ? അത് മാത്രമല്ല, അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ആക്ടർ പഠിച്ചു കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇതിപ്പോ ആദ്യമായിട്ട് അഭിനയിക്കുന്നതായിട്ട് തോന്നത്തില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് മെച്ചുവർഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോഡക്റ്റ് ആണ്. എനിക്കൊരു നേരത്തെ അറിയായിരുന്നു. പിന്നെ കലാപരമായിട്ട് എടുത്തിയാടി വന്നതല്ല, കലയുള്ള ആളാണ്. അതിലൂടെ പുള്ളിക്ക് സിനിമയിലോട്ട് അതിന്റെ ഇത് നാടകം ചെയ്യുന്നത്. ഈ പടത്തിൽ ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്ന അനിയൻ തന്നെയാണ് ജിനീഷ്. ഇതിനകത്ത് നമ്മുടെ പടത്തിന് അത് പറഞ്ഞില്ല, കോട്ടയം നസീർക്ക, നമ്മുടെ ഫ്രണ്ട് ഇന്റിമേറ്റ് കോട്ടയം നസീർക്ക, ജയകൃഷ്ണൻ, ഷാജു പാലക്കാട്, പിന്നെ അനിയൻ. ഇത്രയും പേര് ഒരു വില്ലൻ തന്നെ ചെയ്തിരിക്കും. നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ ഇതായിട്ട് വരുന്നു, റോൾ ചെയ്യുന്നു, മകളായിട്ട് വരുന്നു. ത്രൂഔട്ട് വേഷമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പറയാൻ പറ്റുന്ന ക്യാരക്ടർ. ചേട്ടന് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കാണിക്കുന്നത്. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. കോമഡി ചെയ്യുന്നവരൊക്കെ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നു, വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നവരൊക്കെ കോമഡി ചെയ്യുന്നു. പക്ഷെ അനായാസം അത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ അത് ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടും കോമഡി എഴുതാനും ചെയ്യാനുമാണ്.
കാരണം അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റില്ല. കോമഡി ആയിരിക്കും, ചിരിപ്പിക്കുക തന്നെ ചെയ്യണം. നമുക്ക് സീരിയസ് ത്രില്ലർ ഹൊററാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആറാറ് കേൾക്കുമ്പോഴും, പക്ഷെ ഇപ്പൊ ആൾക്കാരെ ട്രെൻഡും ഒന്നെങ്കിൽ ഹ്യൂമറാണ്, ഫുൾ ഹ്യൂമർ ആയിരിക്കണം, ത്രില്ലറാണ് ഫുൾ ത്രില്ലർ ആയിരിക്കണം. ഇത് ഫുൾ ത്രില്ലറാണ്, അതിൽ കൂടി നമുക്ക് അത്യാവശ്യ സ്ഥലത്ത് മാത്രമേ ഹ്യൂമർ ഉള്ളൂ അല്ലെ. അല്ലാതെ നമ്മൾ കുറച്ച് ഹ്യൂമർ അവിടെ ഉണ്ടല്ലോ, കഥയും കൊണ്ട് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചു. ഓഫ് ദ സെറ്റ് ആയിരുന്നു ഫുള്ള് ഹ്യൂമർ, ക്യാമറ മുമ്പിൽ ഫുള്ള് സീരിയസ് ആയിരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ മൈക്ക് കൈമാറിയിരിക്കുന്നു. ആയിഷ ഇപ്പം മറ്റ് ലാംഗ്വേജിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു ആളാണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ലാംഗ്വേജിൽ, നമ്മുടെ ഭാഷയിൽ നമുക്ക് സിനിമകൾ ചെയ്യണം, ഇവിടുന്ന് ആളുകളെ അറിയണം എന്നത് ഓൾറെഡി ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതിനിപ്പോ മലയാളത്തിൽ റിലീസ് ആവുന്ന ആദ്യ ചിത്രമാണ്. സോ അത് എത്രത്തോളം എക്സൈറ്റഡാ? ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എനിക്കിത് ഞാൻ ജോയിൻ ചെയ്ത് തൊട്ട് ചേട്ടനായാലും ഇപ്പൊ ഡയറക്ടർ ആയാലും എല്ലാരും പറയുന്നത് ഐഷക്ക് ഒരു നല്ലൊരു ഡെബ്യൂ ആയിരിക്കും, നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇത് വെച്ച് ഐഷ കുറെ എന്തായാലും ചെയ്യും, നോക്കിക്കോ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എല്ലാരും എനിക്ക് ഫിഗറിംഗ് തൊട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പറയുന്നത് ഗംഭീരമായിട്ട് ചെയ്തു, ജിൻസ് നന്നായിട്ട് ചെയ്തു. അപ്പൊ ഇവരാരും മോശം പറഞ്ഞാൽ ഓരോരുത്തരും എടുത്തെടുത്തു പുള്ളിക്കാർക്ക് ഹീറോയിൻ ആണെങ്കിലും അതിപ്പോ മലയാളത്തിൽ നായികമാർ ഇന്റർവ്യൂ പറയുമ്പോൾ ഈ ആക്ഷൻ സീൻസ് ചെയ്യണം, പോലീസ് വേഷങ്ങൾ ചെയ്യണം. ആദ്യ സിനിമയിൽ തന്നെ പോലീസ് വേഷമാണ് കിട്ടിയത്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ തമിഴില് ടിവിയിൽ ഒരു പ്രോജക്ട് ചെയ്യുമ്പോഴത്തേനും അതിലൊരു പോലീസ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ ഡാൻസും പാട്ടാണ് കുറച്ച് കഷ്ടം. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഭയങ്കര താല്പര്യം. അപ്പൊ എന്തായാലും സംഭവിക്കും. ആക്ച്വലി അതാണ് ട്വിസ്റ്റ്. ഞങ്ങൾക്ക് അങ്ങനത്തെ സിബ്ലിങ്സ് അല്ല, വഴക്കുണ്ടാവില്ല, ഒന്നുണ്ടാവില്ല. ഞങ്ങൾ ഓപ്പോസിറ്റ് ആണ്. ഭയങ്കര ഞങ്ങളെ വീട്ടില് സിബ്ലിങ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഉമ്മപ്പായിരിക്കും, അവരായിരിക്കും ഇതിപ്പം ബിഗ് ബോസ് ഇപ്പം തമിഴില് ചെയ്തു, തെലുങ്കില് ചെയ്തു, മലയാളത്തില് ഹിറ്റ് അടിച്ച ആള് അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാള് മലയാളത്തിൽ ബിഗ് ബോസിൽ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? അറിയില്ല, എനിക്ക് സാധ്യത ഉണ്ടെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. അതോടുകൂടി എല്ലാം കീറിയെന്ന് വിചാരിച്ചാൽ മാത്രം മതി. കാരണം മറ്റ് ബിഗ് ബോസ് ഷോകൾ കണക്കല്ലല്ലോ മലയാളം. മലയാളവും മലയാളിയും എന്ന് പറയുന്ന വ്യത്യാസം ചേട്ടാ. അത് അനുഭവിച്ചു തന്നെ അറിയണം. നമ്മള് വെറുതെ പറഞ്ഞ ഇപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞതിന് ശേഷം എനിക്ക് അനുഭവിക്കണമെന്നില്ല, പോയി ഇൻട്രസ്റ്റ് പോയി. അത് എന്ന് വെച്ചാല് ഇപ്പം ഞാൻ ഡോക്ടർ ബെന്നറ്റിനെയും ഇതിനെയും കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റും. ശരി, നമ്മൾ പുറത്തു നിന്ന് നെഗറ്റീവ് ഷെയ്ഡ് അടിച്ച ഒരുപാട് പേരുണ്ടാവും. ഞാൻ അക്കൂട്ടത്തിലുള്ള ആളാണ്. ഇപ്പൊ ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സിനിമയിലൂടെ കൊടുക്കുന്ന മെസ്സേജും ഇത് തന്നെയാണ്. ഇത് കുട്ടികളും പാരൻസും ഫാമിലിയും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഡോക്ടർ ബെന്നറ്റ് എന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം കുട്ടികൾക്ക് മനസ്സിനെ കുറിച്ച് അറിയാമെങ്കിൽ മറ്റൊരാള് ഈ മനസ്സിനെ ട്യൂൺ ചെയ്ത് അയാളുടെ അടിമയാക്കി മാറ്റുന്നതിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. അയാളുടെ അടുപ്പം എന്തിനു വേണ്ടി എന്നുള്ളതിന്റെ ഇന്റൻഷൻ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ കാസർഗോഡ് ഞാൻ ഒരുപാട് കൗൺസിലിംഗ് ഷോ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളെക്കാൾ നിഷ്കളങ്കരായ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇന്നസെൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു എന്നാണ് ഞാൻ പറയേണ്ടത്. ഇപ്പൊ അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ അവർ കുറെ കൂടെ ബോൾഡായി. മറ്റത് കുറെ കൂടുതൽ ഇന്നസെൻസ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ബാംഗ്ലൂരല്ല മാംഗ്ലൂര്, മംഗലാപുരം പരിസരത്തുള്ളതും മറ്റു തരത്തിലുള്ള ലഹരി മാഫിയയ്ക്കും അതുപോലെ തന്നെ മറ്റു കുറേ കുട്ടികൾക്കും എല്ലാം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ലഹരിയിലേക്കും മറ്റും ഇൻഫ്ലുവൻസ് ചെയ്ത് വളച്ചു വീഴ്ത്താനും സ്യൂഡോ ലവ്, ഫോൾസ് ആയിട്ട് വെറുതെ സെക്സിന് വേണ്ടി വളച്ചെടുക്കാൻ വേണ്ടിയുള്ള ട്രാപ്പിൽ വീഴ്ത്താനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു. മനസ്സിലായി? പക്ഷെ ഇത് അവർ നിരന്തരം മനസ്സിലാക്കി പരിശീലനം നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആ ട്രാക്കിലേക്ക് വീഴാത്ത അവസ്ഥയായി. അപ്പൊ ഡോക്ടർ ബെന്നറ്റിലൂടെ ലഹരികൾക്കെതിരെ എങ്ങനെ മൈൻഡിനെ ട്യൂൺ ചെയ്യാം, വെറും ഒരു സിമ്പിൾ ഫിലിം അല്ല. ഇന്ന് വരെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇറങ്ങാത്ത ഒരു സ്ക്രിപ്റ്റാണ് മധു കലാഭവൻ എന്ന ചേട്ടൻ അത് എഴുതി കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ മൈൻഡ് റീഡിങ് ചെറിയൊരു കാര്യമല്ല. അപ്പൊ ആ കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ ഇയാൾ തന്നെ കാസർഗോഡ് ഞാൻ ചോദിച്ചു, ഇപ്പൊ അവിടുത്തെ കുട്ടികൾ ബോൾഡായി. ആ ബോൾഡ് ആവുക എന്ന് പറയുന്നത് ഓവർ ബോൾഡ് ആയാലും പ്രോബ്ലമാണ്. മനസ്സിനെ നമ്മൾ ഓവർ ബോൾഡ് ആക്കി കഴിഞ്ഞാൽ ഈ ഓവർ ബോൾഡ്നെസിന്റെ എഫക്റ്റ് ആ DNA അവരുടെ സ്വന്തം അണ്ടത്തിലെ ഓവത്തിലെ DNA-യിലും സ്പേമിലെ DNA-യിലും ആക്ടിവേറ്റ് ചെയ്താൽ ഇത് ഡോമിനേറ്റ് ഫോമിലായി കഴിഞ്ഞാൽ ഇവർക്ക് ജനിക്കുന്ന കൊച്ചുങ്ങൾ ഓവർ ആയിട്ടുള്ള മൈൻഡ് കോൺഫിഡൻസിലൂടെ വരും, ഓവർ ബോൾഡ്നെസ് വരും.
ഈ വരുമ്പോൾ എന്ത് പറ്റും? ആ കുട്ടി ഇപ്പോൾ കുറച്ച് നാളിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 5 വയസ്സുള്ള കുട്ടി വീട്ടിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂൾ വിട്ടിട്ട് സ്കൂളിൽ പോവാതെ നേരെ ട്രെയിനിൽ കയറി അവൻ ട്രെയിനിൽ നിന്ന് ബോംബെക്ക് പോയെന്നും പോയ വഴിക്ക് പിന്നെ റെയിൽവേ പോലീസ് വായിച്ചില്ലേ? കാരണം അവന്റെ വീട്ടിൽ ഈ കുട്ടിയെ ചെറുതിലെ തന്നെ വാൾപ്പയറ്റും അതുപോലെ കരാട്ടെ, ഈ അവനെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആക്കി എടുത്തു. ഈ 10 വയസ്സുള്ള കുട്ടിയെ അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടിയെ മൈൻഡ് ഓവർ സ്ട്രോങ് ആക്കി എടുത്തു കഴിയുമ്പോൾ അവൻ പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികരിക്കുക, പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അമ്മയുടെ കഴുത്തറുത്ത ഒരു മകൻ, നമ്മളിപ്പോ കഴിഞ്ഞാണ് കണ്ടില്ലേ, ഒരു അമ്മയുടെ കഴുത്ത് അറുത്തിട്ട് അച്ഛനെയും അറുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ അതൊരു മൈൻഡ് പവർ കൊണ്ടേ പറ്റത്തുള്ളൂ. രക്തം കണ്ടാൽ പേടിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, നമുക്കുണ്ട്. സോ അയ്യോ രക്തം, ഒന്ന് സൂചി കുത്തിവെക്കും അയ്യോ എന്ന് വിളിക്കുന്നിടത്തു നിന്നാണ് അമ്മയുടെ കഴുത്തും അച്ഛന്റെ കഴുത്തും കറക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പൊ ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള ആ ടീമുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്സിക് പേഴ്സൺസിനെ എങ്ങനെയാണ് ഡോക്ടർ ബെന്നറ്റ് ഒതുക്കുന്നതെന്നാണ് ഈ സിനിമയുടെ മെസ്സേജ്. അല്ലാതെ ഇത് മറ്റു ടൈപ്പൊന്നും അല്ല. കാരണം ഇപ്പൊ ആ ഹീറോയിന്റെ കുടുംബം തകർത്ത് കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് പ്രതികരിക്കുക. ഇപ്പം മോള് നമ്മൾ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായ എന്നെ ഒരുപാട് ഉപദ്രവിച്ചെങ്കിൽ എനിക്ക് സാമ്പത്തികം കൊണ്ടും ചെയ്യാൻ പറ്റില്ല, കൊട്ടേഷനും പറ്റത്തില്ല, ആരോഗ്യം കൊണ്ടും പറ്റത്തില്ല, ആരോഗ്യമില്ല, പുറകിൽ ആൾക്കാരും ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന പിന്നെ ഏത് വഴിക്ക് ഇയാളെ തീർക്കാം എന്നൊരു ചിന്തയാണ് നമ്മുടെ നായകൻ സബ്ജക്റ്റിലോട്ട് മൈൻഡ് റീഡിങ്ങിലോട്ട് പോകുന്നതും ആ പ്രതികാരം ബുദ്ധിപരമായിട്ട് ആ രീതിയിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് പടം ഒട്ടും ലാഗില്ലാതെ അതായത് സീൻസുകൾ അങ്ങനെ ടക്കാന്ന് വന്നിട്ട് ഈ പടം തന്നെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സൈക്കോളജിക്കൽ ഫാമിലി ക്രിമിനൽ ത്രില്ലറാണ് സാധനം. അപ്പൊ അതുകൊണ്ട് മാസാണ്. അതായത് മലയാളത്തിൽ ബിഗ് ബോസിലേക്ക് ഇയാൾ വരുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കുറെ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് വെച്ചാൽ ഞാൻ ഈ കൗൺസിലിംഗ് ഷോകളൊക്കെ നടത്തി അതന്നെ. അപ്പൊ കൗൺസിലിംഗ് ഷോ ഒക്കെ നടത്തി ഗീതയും, കാരണം കുട്ടിയെ വിശ്വാസിയാക്കി അവന്റെ ഉള്ളിൽ നിന്ന് ബാഡ് നെഗറ്റീവ് വൈബെല്ലാം മാറ്റി ക്ലീൻ ആക്കി മാനസാന്തരപ്പെടുത്തി എടുത്ത് കൊണ്ടുപോകുമ്പോൾ കുറെ പേർക്ക് ഇത് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കൊരു വെളുത്ത താടി, എൻ്റെ 34ാമത്തെ വയസ്സിൽ 75ന്റെ ലുക്കായിരുന്നു. ആ ഒരു പ്രായത്തിന്റെ വലിയ താടി വന്നതുകൊണ്ട് ആ 34 വയസ്സിൽ എന്നെ ആരും പ്രണയിക്കാൻ വന്നില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ മുടിയെല്ലാം എന്ത് ചെയ്തു, ഇങ്ങനെ ദൈവം ഒരു ബ്ലസ്സിങ് പോലെ തന്നു. ഇപ്പോഴും ആരും വരുന്നില്ല, അതവസ്ഥ കേട്ടല്ലോ. അപ്പൊ ആ നെഗറ്റീവ് ഷെയ്ഡോടെയാണ് ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് ചെന്ന് കയറുന്നത്, മനസ്സിലായി? അപ്പൊ എന്റെ കൂടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഈ നെഗറ്റീവ് ഷെയ്ഡ് കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഷോ തുടങ്ങി നമ്മുടെ മലയാളികൾ ബുദ്ധിയും ചിന്തയും വിവരവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് മാത്രമേ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടെയുള്ളവർക്ക് പറ്റൂ. ഈ ഷോ എന്ന് പറയുന്ന 50 ലക്ഷത്തിന്റെ കളിയാണ്. കൂടെ ഉള്ളവനെ തനിക്കാക്കി വിടക്കാക്കി പുറത്താക്കുക എന്നുള്ളതാണ് തന്ത്രം. പക്ഷെ അത് അധർമ്മത്തിലൂടെയും കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്ത് ചെയ്യും? ഇവരെ വെറുക്കും. സോ നെഗറ്റീവ്, പോസിറ്റീവായി കയറിയ പലരും നെഗറ്റീവായി പുറത്തിറങ്ങും, നെഗറ്റീവായി കയറിയ പലരും പോസിറ്റീവായിട്ട് പുറത്തിറങ്ങും. അപ്പൊ ഇങ്ങനെ സംബന്ധിച്ച് ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതാണ് അവിടെയാണ്. അപ്പൊ അവിടെ എന്റെ കൂടെ കളിച്ചവരാരാണ്? സെലിബ്രിറ്റികളാണ്. ഏകദേശം 19-20 പേരായിരുന്നു എനിക്കെതിരെ ഉണ്ടായിരുന്നു ആ സീസണിൽ. അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന സീസണുകളിലാണെങ്കിൽ, ഈ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ശരി, മലയാളത്തിനെ സംബന്ധിച്ച് ഒരു സീസണിൽ നിന്ന് ഇറങ്ങുന്നതിൽ 1% വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. എൻ്റെ ഒരു പഠനം ശരിയാണെങ്കിൽ കഴിഞ്ഞ 7 സീസണുകളിലും കൂടെ ഒരു 140-150 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു 3-4 പേര് മാത്രമേ ഭാവി ഫ്യൂച്ചർ എന്ന് പറയുന്നത് രക്ഷപ്പെടത്തുള്ളൂ. ബാക്കി 145-ലധികം പേരും ഇടയും ഫാമിലിയും കരിയറും സമൂഹത്തിലുള്ള വിലയും എല്ലാം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു. കാരണം മൊത്തം മാസ്കാണ്, മൊത്തം ഇമേജ് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് പുറത്തിറങ്ങി. ഇപ്പൊ ഇന്നലെ കൂടെ ആലുവയിൽ വെച്ച ഒരാള്, വലിയൊരു മനുഷ്യൻ, അത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ ബിഗ് ബോസ് കാണുന്ന അതേ സ്വഭാവം തന്നെയാണല്ലേ. നമ്മുടെ ചേട്ടാ അത് തന്നെയാണ് ഇത് തന്നെയാണ് അത്, അവിടെ മാറിയില്ല. അവിടെ മാറ്റം വരുമ്പോഴാണ് അത് നമ്മൾ മനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം. നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ ജ്ഞാനം എന്ന് പറയുന്ന ഒരു തുള്ളി നിറച്ചതുകൊണ്ട് നമ്മുടെ സ്റ്റേബിളാണ്. 10 വർഷം മുമ്പ് ഇങ്ങനെ തന്നെ, 20 വർഷത്തിന് ശേഷം ഇങ്ങനെ തന്നെ, ഇപ്പോഴും ഇങ്ങനെ തന്നെ. ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങോട്ടും ഇങ്ങനെ. കാരണം ഞാൻ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, തേച്ചിട്ടില്ല, ആരുടെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇത് മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ തേച്ചിട്ട് പോയവരുണ്ട്, എൻ്റെ നിന്ന് പണം വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്തവരുണ്ട്. മനസ്സിലായി? നല്ല പേരായിരുന്നു ആ ഷോയിൽ, അല്ല മോശം അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ഏഷ്യാൻ്റെ ഒരു കണക്ക് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് 2-2.5 കോടി ലോക മലയാളികൾ, 4 കോടി മലയാളികളിൽ 2 കോടിയിലധികം മലയാളികൾ UAE
GC പ്രവാസികൾ കിടക്കുകയല്ലേ ഉൾപ്പെടെ കേരളത്തിലെ മലയാളികളുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെയാണ് ഞാൻ അവരെ കാണുന്നതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്ക് പേടിയില്ല ആരെയും, കാരണം ഞാൻ ചതിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല. ആരെൻ്റെ കൂടെ എവിടെ വന്നാലും, എത്ര രാത്രിക്ക് വന്നാലും പകൽ വന്നാലും ഞാൻ സ്റ്റേബിൾ ആയിരിക്കും. അവരെ അത്രയും കെയർ ആയിട്ട് നോക്കുകയും ചെയ്യും. ഈവൻ ലേഡീസ് ആണെങ്കിലും പെൺകുട്ടികളാണ് ആരാണെങ്കിലും. ആ ഒരു സ്റ്റെബിലൈസ്ഡ് മൈൻഡ് ഉണ്ടാക്കിയെടുക്കാൻ മനസ്സാണ് പ്രധാനം. ആ മൈൻഡിനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് പേടിയില്ല, ആരെയും ഞാൻ ദ്രോഹിക്കത്തില്ല, ചതിക്കത്തില്ല എന്നുള്ള. അപ്പോൾ മൈൻഡിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഡോക്ടർ ബെന്നറ്റിലാണ് ഈ മൈൻഡ് മനഃശാസ്ത്രപരമായിട്ടുള്ള ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കാരണം ജെട്ടി വഴി പോയിട്ട് മേനക കച്ചേരിപ്പടി നോർത്ത് വഴി പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഒന്നും ബ്ലോക്ക് എങ്ങനെ ഇങ്ങനെ ഇവിടെ കൊണ്ട് എത്തിക്കും ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് പോയി സാധനം വേറെ വഴിക്ക്. നിങ്ങൾക്ക് ഈ സിനിമ ശേഷം ഒരു മെന്റലിസം പഠിക്കണം, മൈൻഡ് റീഡിങ് പഠിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. അല്ല, ഞാൻ കൗൺസിലറായിരുന്നു, സൈക്കോളജി പഠിച്ചു. ഏകദേശം 100 കണക്കിന് കുട്ടികളെ 3 മണിക്കൂർ കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പം അവരുടെ വേണ്ടാത്ത പ്രണയങ്ങൾ പൊളിച്ച് കൈ കൊടുത്തു പോയിട്ടുണ്ട്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സൈസ് കമ്മീഷണർ സഹിതം, ജോയിന്റ് കമ്മീഷണർമാർ സഹിതം സാക്ഷിയായിരുന്നിട്ടുണ്ട് ആ മാറ്റം. ഇവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും അല്ല, അങ്ങനെ മൈൻഡ് റീഡിങ്ങിന്റെ മെന്റലിസം പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ താങ്കൾ നേരത്തെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന വേണ്ടാത്ത പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ടും വീട്ടുകാർക്കും നെഗറ്റീവായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇയാൾ പോസിറ്റീവായി ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മാറ്റിയെടുത്ത് എന്താണ് ശരിയെന്ന് ഇയാളെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ എനിക്കൊരു 2 മണിക്കൂർ സമയം തരാമെങ്കിൽ ആ കാര്യം നടക്കും. അത് ഗ്യാരണ്ടീഡാണ്. ആരോട് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ആളോണെ സാധനം മെന്റലിസം കാണിക്കുന്നവർക്ക് 5 മിനിറ്റ് കൊണ്ടല്ല, നമ്മൾ ചർച്ച ചെയ്യണം. ഓരോ കാര്യങ്ങളും തെളിവുകൾ നിരത്തി അത് മനസ്സിലാക്കി ഇയാളെ തന്നെ ബോധ്യപ്പെടുത്തി തന്നു കഴിയുമ്പോൾ ഇയാൾക്ക് മാറണോ വേണ്ടേന്ന് ആര് തീരുമാനിക്കും? ഇയാൾ തന്നെയല്ലേ തീരുമാനിക്കുക. ഈ മൈൻഡ് റീഡ് മെന്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവരും ഇത് പഠിക്കാൻ ശരിക്കില്ലേ, ഒരാളുടെ ഉള്ളിൽ മെന്റലിസം പഠിച്ചില്ലെങ്കിൽ മൈൻഡ് റീഡിങ് പഠിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഇൻഡി സാധനം. അതായത് ഇപ്പൊ മോളോട് ഒരാളൊന്ന് സംസാരിച്ചു, 2 പ്രാവശ്യം സംസാരിക്കുമ്പോൾ നമ്മള് കൂട്ടുകാർക്ക് പറയാം അയാളത് ശരിയില്ലാട്ടാ എന്ന് പറയണ ഏകദേശം അയാളെ പഠിച്ചിട്ട് തന്നെയാണല്ലോ, അയാളുടെ മനസ്സ് മനസ്സിലായിട്ട് തന്നെയാണല്ലോ. അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? അത് ചിലതല്ല, നല്ല മനുഷ്യനാണ് കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് ചേട്ടാ ആ പറഞ്ഞാണെങ്കിലും ഞാൻ ഒന്ന് ആഡ് ഓൺ ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാല് ചിലത് നമ്മൾ തെറ്റായിട്ടാണ് ധരിക്കുന്നത്. ഇപ്പൊ നീ സുന്ദരിയാണ്, മോള് പേര് വിട്ടു, ഷിജിന നല്ല സുന്ദരിയാണ്, നല്ല സ്മാർട്ടാണ്. അപ്പൊ ഇത് ഈ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം കണ്ടുകൊണ്ട് ഞാൻ വിചാരിക്കുകയും മനസ്സിലാക്കുകയും ഞാൻ കൂടുതൽ അടുത്ത് കഴിയുമ്പം അകത്തുള്ള മൈൻഡിന്റെ സ്വഭാവം എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ട്. അതാണ് ബിഗ് ബോസ് കളി നേരത്തെ ഞാൻ പറഞ്ഞത്. അത് ചേർത്ത് തന്നെ പറഞ്ഞു, അകത്തുള്ള സാധനം തിരിച്ചു പറയുകയും ചെയ്യാം. എന്നാൽ പുറത്തുള്ളതും അകത്തുള്ളതും ഒരേപോലെ ആകുന്ന വ്യക്തിയെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ. അത് ഞാൻ പറഞ്ഞു ബിഗ് ബോസിലൂടെ. ഈ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ആള് പറഞ്ഞതാണ് അവിടെ ഇവിടെ ഒന്ന് തന്നെയല്ല ആള് വേറെ മാസം. പിന്നെ ഈ കളർഫുൾ ഷർട്ട് അല്ലെങ്കിൽ കളർഫുൾ നമ്മൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേഷം കെട്ടുന്ന ഫീൽഡിലാണ് നിൽക്കുന്നത്. വേഷം കെട്ടിയാലേ കഞ്ഞി കുടിക്കാനുള്ള വകയുള്ളൂ, അല്ലെ? മേക്കപ്പ് ഇടുന്ന ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേഷത്തിന്റെ ഭാഗമാണ്. ഇത് കഴിഞ്ഞാൽ ഇതങ്ങ് ഊരി വയ്ക്കുക, നല്ല വ്യക്തി, ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെ സാധാ വ്യക്തിയായിട്ട് പോകുക. ഇവർക്ക് 2 പേർക്ക് നമ്മുടെ സിനിമയെ കുറിച്ച് നായകനായി എനിക്ക് തോന്നുന്നു കാസർഗോഡ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കുമല്ലോ നിങ്ങൾ 2 പേരും. കാസർഗോഡ് ഭാഷയിൽ ഈ സിനിമയെ കുറിച്ചും നിങ്ങളുടെ ഇക്കൂവിനെ കുറിച്ചും സംസാരിക്കാൻ പറഞ്ഞ കാസർഗോഡ് ഭാഷ സംസാരിക്കും. നിങ്ങൾ അങ്ങനെ പോയിട്ട് നിങ്ങൾ 2 പേരും സംസാരിക്കാം കേട്ടോ. അല്ല, കാസർഗോഡ് ഭാഷ അറിയാമെന്നുള്ളത് എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ പഠിച്ചത് കോട്ടയത്ത് പിടിയിലൊക്കെ പഠിച്ചത്, പിന്നെ കലാഗ്രാമം ബാംഗ്ലൂർ. പിന്നെ ഞാൻ ഒരു ബൈ പ്രൊഫഷണൽ നടനല്ലായിരുന്നു. എന്താ നമ്മൾ സംവിധാനം ചെയ്യാൻ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മെയിൻ ശരിക്കും ഇപ്പം പിന്നെ ഒരു 10-15 വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ടെക്നീഷ്യനാണ്, ഒരു നേഴ്സാണ്, സ്വന്തമായ ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. ചെറിയ ഡയാലിസിസ് യൂണിറ്റ് അല്ല കേട്ടോ, 34 പേര് ചെയ്യാൻ പറ്റുന്ന വലിയൊരു യൂണിറ്റാണ്, വലിയ യൂണിറ്റാണ്. പിന്നെ വെച്ചാൽ കാസർഗോഡ് ഈ പഠിച്ചത് കോട്ടയത്തായതുകൊണ്ട് ഞാൻ തനി ശരിക്കുള്ള മലയാളം ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് കാസർഗോഡ് ഭാഷ ശരിക്കും മനസ്സിലാവും. പക്ഷെ എനിക്കൊന്ന് എന്നെക്കാട്ട് ആയിഷയ്ക്ക് നന്നായി നല്ല രസമാണ് കാസർഗോഡ് ഭാഷ. ചില ഇതിനകത്ത് ഏതെങ്കിലും 2 ഡയലോഗ് ചിലപ്പോൾ നമ്മള് സിനിമ എങ്ങനെ പാങ്ങുണ്ടോ? അപ്പം നമ്മള് എനിക്ക് പറ്റി കോട്ടയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഈ പിടിയിലേക്ക് പഠിക്കാൻ പോയ സമയത്ത് ഈ സിനിമ എങ്ങനെയുണ്ട്, സിനിമ പാങ്ങുണ്ടോ എന്ന് വെച്ചിട്ട് അവർ മിണ്ടുന്നില്ല. ഈ പാങ്ങെന്ന് വാക്കില്ല,
അല്ലെങ്കിൽ താഴേക്ക് അതുപോലെ ഇത് ജീൻസ് കണ്ണൂരും ഉണ്ട്. കണ്ണൂർ താഴേക്ക് അല്ല, ഇപ്പൊ ഇവിടെ ഒരു കൊടുക്കാം. ബിഗ് ബോസിനെ കുറിച്ച് ഏതെങ്കിലും സംശയം കാസർഗോഡ് ഭാഷയിൽ എൻ്റെ അടുത്ത് കാസർഗോഡ് ചോദിച്ചു. ഭാഷയില് ആ, ചോദിക്ക്. പറയൂ. അല്ല കുഴപ്പം. ബെനറ്റിനെ കുറിച്ച് ശരി. ബെന്നിനെ കുറിച്ച് ചോദിക്കും, ഏതെങ്കിലും ചോദിക്കും. ഓക്കെ കാസർഗോഡ് ഭാഷയിൽ പറയണം. കാസർഗോഡ് ഭാഷ പറഞ്ഞു. ഒന്നല്ലേ ഈ നമ്മളെ പിന്നെ ബെനറ്റ് മൂവി എന്ന് പറയുമ്പോഴത്തേക്കും കഥ തന്നെ ഭയങ്കര ഡിഫറെന്റ് കഥ. പിന്നെ നമ്മള് എല്ലാരോടും പകരം വീട്ടിലുണ്ട്, പക്ഷെ ഇത് വേറെ രീതിയിലത്തെ പകരം. റിവെഞ്ച് വേറെ രീതി. അപ്പോ ഒരാളെ കൊണ്ട് അതായത് മൈൻഡ് കൺട്രോൾ ആക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തെല്ലാം ഓറെ കൊണ്ട് കഴിയൂ, ഓരെന്തെല്ലാം ആക്കൂ എന്നുള്ളതിന്റെ ഒരു മൂവിയാണ് ഇത്. പറയട്ടെ, നിങ്ങൾ ഇതുപോലെ പറയും. നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ നടക്കട്ടെ. നിങ്ങൾ ഞങ്ങളത് മുണ്ടലേ ഇല്ല. നടക്കട്ടെ. ICU സിനിമയിലേക്ക് എങ്ങനെ വന്നത്? ഞാൻ വന്നത് ഞാന് എന്റെ ഉമ്മക്ക് അറിയാനു ഓരല്ലോ. അപ്പൊ ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ചു. ആ അങ്ങനെ അങ്ങനെയാന്ന് വന്നത്. അപ്പൊ എന്നോടും പറഞ്ഞു ഇങ്ങനെ ഒരു മലയാള സിനിമ വരുന്നുണ്ട്, നമ്മളെ കാസർഗോഡ് നിന്ന് വരുന്നുള്ളത്, കാസർഗോഡിലാണ് ചെയ്യുന്നതെല്ലാം. അപ്പൊ ഓരോ ടീം നമുക്ക് അറിയാം. അപ്പൊ നീ മുണ്ടൊക്കെ കഥ കേട്ടോക്കെ കഥ കേട്ടോക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാലോ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ കഥ കേട്ടിട്ട് ഭയങ്കര കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോലീസ് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഓക്കെ എന്നാ പിന്നെ ചെയ്യാം. നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു? നായകന്റെ കൂടെ റൊമാൻസ് സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സീക്രട്ടാണ്. അതിവിടെ പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇത് അങ്ങനെയല്ല, റൊമാൻസ് അത് ഇതെന്നല്ല. ഇത് കുറച്ചും കൂടി എന്താ പറയല് റിവെഞ്ചിന്റെ അങ്ങനെയെല്ലാം ഉള്ള സ്റ്റോറിയാണ്. പക്ഷേ ഈ റൊമാൻസ് നായക നായികി അങ്ങനത്തെ റൊമാൻസ് ഉണ്ട് കേട്ടോ. ഇവര് റൊമാൻസ് ഉണ്ട്, സോങ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ റൂട്ട് വേറെ വഴിക്കാ പോകുന്നു. അല്ല അതായത് ലൈക്ക് എന്താ പറയാ, നമ്മള് തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കാനും വേണ്ടിയിട്ടുള്ളത് എന്നല്ലാണ്ട് ഈ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കും കാര്യങ്ങളും ഉള്ള ഒരു ഭയങ്കര ഒരു കപ്പിളാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനത്തെ ഒന്നല്ല. ഇത് വേറെ സ്ഥിരല്ലാതെ നമ്മൾ കണ്ട് പരിചിതമല്ലാത്ത സിനിമയാണ്. ഞങ്ങൾക്ക് കഥ കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. മൂവി ഞാനും കണ്ടു നോക്കിയില്ല. ഇപ്പൊ നോക്കണം. ഇപ്പൊ ഔട്ട്പുട്ട് എങ്ങനെ വന്നില്ല നോക്കണോ? അത് വന്നത് അല്ല, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാർക്ക് വന്ന് കണ്ടിട്ടില്ലായിരുന്നു. അത് കണ്ട് പുള്ളിക്കാരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആൾക്ക് മലയാളത്തിന് ഫാൻസ് ഉണ്ട് കേട്ടോ. മലയാളത്തിലെ ഫാൻസ് ഉണ്ട്, സീരിയൽസ് കാണുന്ന ആൾക്കാരുണ്ട്. മലയാളത്തിൽ ഭയങ്കര ആൾക്കാർ ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു ഈ പറഞ്ഞ ബിഗ് ബോസ് കണ്ട മലയാള പ്രേക്ഷകരൊക്കെ ഓൾറെഡി ഫേസ് ഫെമിലിയർ ആവും. അപ്പം എന്തായാലും മലയാളത്തിലും കൂടെ ട്രൈ ചെയ്യാം. കാരണം 2 ഭാഷകൾ ട്രൈ ചെയ്യാൻ ഈസി ആയിരിക്കും. ഫ്ലെക്സ് ഒക്കെ വന്നു. പറഞ്ഞു, ഉമ്മച്ചേടും പറഞ്ഞു ഐഷയ്ക്ക് ഇത് ഭയങ്കരമായ എൻട്രി ആയിരിക്കും മലയാളത്തിൽ എന്ന് പറഞ്ഞു. ഗംഭീരമായ എൻട്രി മലയാളത്തോട് കിട്ടുന്നു. നല്ല ഗംഭീര വിഷമം. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രോമിസിംഗ് തന്നിട്ടുണ്ട് ഇവര്. ചെയ്ത് നോക്ക്. പിന്നെ നമ്മുടെ കഥാപാത്രം ഈ ജിൻസ് ഇങ്ങനെ തന്നെ കഥാപാത്രം വേണം അതിനകത്ത്. അതാണ് ശരിക്കും പറ്റാത്തതുണ്ട്. 2 അപ്പിയറൻസ് ഉണ്ട് ജിൻസിന്. അപ്പൊ നമുക്ക് ഇത് തന്നെ വേണമെന്നുകൊണ്ടാണ് നമ്മൾ അയാളുടെ ക്യാരക്ടർ അങ്ങനത്തെയാണ് ലൈഫില്. അതാണ് ആ പുള്ളിക്കാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ പ്രണയമില്ലാഞ്ഞിട്ടുണ്ട്, എങ്കിലും മനസ്സിൽ പ്രതികാരമുണ്ട്. എല്ലാം കിടന്ന് കളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി. വലിയൊരു വിജയമാവട്ടെ. സാബു ആണ്. അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് ചെയ്തിരിക്കുന്നത് മൂവീസും TS സാബു എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് ഒരു വാക്ക് എന്തായാലും പറഞ്ഞേ പറ്റൂ. കാരണം കൊല്ലംകാരനാണ് അദ്ദേഹം. വെറും ഡയറക്ടർ മാത്രമല്ല, 1986 സ്വാമി ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു തുടങ്ങി. 40 വർഷം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർമാരായിട്ട് അങ്ങനെ ഒത്തിരി വർക്കുകൾ ചെയ്ത് ചീഫ് അസോസിയേറ്റ് ആയി അങ്ങനെ ഡയറക്ടറായി വന്ന് പഠിച്ചെത്തിയ ഒരു കഥാപാത്രമാണ് TS സാബു. എക്സ്പീരിയൻസ് ഒരുപാട്. അതുകൊണ്ട് സാബു സാറിനെ കൈരളിയുടെ പ്രൊഡ്യൂസറൊക്കെ ഗൾഫിലെ ഷോ ഒക്കെ പുള്ളിയെ ഡയറക്ട് ചെയ്ത് കൈരളി ഷോ ഒക്കെ ചെയ്തിരുന്നു കൈരളിയുടെ. അത് മാത്രമല്ല സാബുവിന്റെ പ്രത്യേകത, സാബു ഭയങ്കര ഹ്യൂമർ ആസ്വദിക്കുന്ന ആളാണ്. സാബു നമ്മളൊപ്പം നിന്ന് ചിരിക്കുന്നത് പറഞ്ഞു. കാരണം അതാണ് വേണ്ടത്. ഹ്യൂമർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒപ്പം ചിരിച്ച് ആസ്വദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. പുള്ളി എന്തിനും കൊടുക്കും. പുള്ളി ചിരിക്കാതെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നല്ല സെൻസ് ഉള്ള ആളോ. സ്ക്രിപ്റ്റിലാണെങ്കിലും നല്ല സെൻസാണ്. അതല്ലേ വേണ്ടത്. അതുള്ളതോട് നമുക്ക് രസമാണ് പുള്ളിയായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒറ്റ വരിയിൽ ഞാൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ, ഇതെല്ലാ കുട്ടികളും ഫാമിലിയും കാണണമെന്ന് പറയാൻ കാരണം മനസ്സാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. മനസ്സിനെ നേരെ ചൊവ്വേ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ടോട്ടൽ ഫെയില്യൂർ ആയിരിക്കും.
അതെ ഞാൻ പറഞ്ഞു മനസ്സിലായി. Yes. മൈൻഡ് എന്ന് പറയുന്നത് മനസ്സ് നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സ് തോണിക്കാരനില്ലാത്ത ഒരു തോണി പോലെയാണെന്നാണ്. അതിങ്ങനെ വെള്ളത്തിലാടി ആടി തോന്നി എല്ലാ സ്ഥലങ്ങളിലും പൊക്കോണ്ടേയിരിക്കും. സോ മൈൻഡിനെ കറക്റ്റായിട്ട് സ്റ്റെബിലൈസ് ചെയ്ത് ട്യൂൺ ചെയ്ത് ചെയ്യിക്കാൻ കഴിയുന്നവൻ എവറസ്റ്റ് കീഴടക്കും. എന്നാൽ മൈൻഡിൻ്റെ ആ സ്റ്റെബിലൈസേഷൻ പോയാൽ അയാൾ മെൻ്റൽ പേഷ്യൻ്റായിട്ട് മാറുകയും ചെയ്യും. സോ അതുകൊണ്ട് മൈൻഡിനെ എങ്ങനെ ട്യൂൺ ചെയ്യണമെന്ന് ഡോക്ടർ ബെന്നറ്റിലൂടെ നമ്മൾ സമൂഹത്തിന്, ഫാമിലിക്ക്, നന്നായിട്ട് എല്ലാവരും കാണാം. നമ്മുടെ പടമായിട്ട് നമ്മൾ പറയുന്നതല്ല, നന്നായിട്ട് മേക്ക് ഇത് പ്രൊമോഷന് വേണ്ടി അല്ല, ചുമ്മാ ഡയലോഗ് നേരത്തെ പറഞ്ഞ കണക്ക് വെറുതെ പ്രൊമോഷൻ പറയുന്ന ഒരു സാധനമല്ല. ഇത് മൈൻഡിന്റെ അടിസ്ഥാനപ്പെടുത്തിയ സിനിമ മലയാളത്തിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ തമിഴില് സൂര്യയുടെ ഒരു 7ാം അറിവ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റേ വില്ലനൊക്കെ വന്നിട്ട് മൈൻഡ് ഇങ്ങനെ ഒന്ന് നോക്കിയതിനു ശേഷം കൺട്രോൾ ചെയ്ത് മാറ്റുക. ഇംഗ്ലീഷിലൊരു ഫിലിമുണ്ട് നൗ യു സീ മീ എന്ന് പറയുന്നത്. നൗ യു സീ മീ 3 പാർട്ടായിട്ട് വന്നിട്ടുള്ള നൗ യു സീ മീ അതാണ്. പക്ഷെ അതല്ല ഈ പടം. ഇത് റിയലിസ്റ്റിക്, നമ്മുടെ നാട്ടില് നാട്ടിൻ പുറത്ത് ചില കുടുംബങ്ങളിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ, ചില ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ആ കാര്യങ്ങളെ കോർത്തിണക്കി മലയാളിക്ക് വേണ്ടി ഉണ്ടാക്കി. അതൊരു സസ്പെൻസ് ആയിട്ട് പറയാൻ പറ്റാത്തത്. അത് പറയാത്തത് നോക്കി മൈൻഡ് പറഞ്ഞ പരിപാടിയൊന്നുമില്ല ഒരാക്കിട്ട്. അല്ലാതെ വേറെ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ നോക്കി മൈൻഡ് നിയന്ത്രിക്കുക. വേറെന്നൊരു പടം. ഇത് വേറെയാണ്. ഗംഭീരമായിട്ട് സാബു ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പ്രേക്ഷകരാണല്ലോ ഒരു നമ്മുടെ പിക്ചർ വിജയിപ്പിക്കുന്നതും നമുക്ക് പ്രോത്സാഹനം തരുന്നതും വീണ്ടും നമുക്ക് ചെയ്യാൻ തോന്നുന്നതെല്ലാം. അപ്പോൾ എനിക്കൊക്കെ 36 കൊല്ലത്തെ വർക്കിംഗ് ഇതുണ്ടാവും. അന്ന് തന്ന പ്രേക്ഷകർ തന്ന ഒരു സ്നേഹമാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഇവര് പുള്ളിക്കാരൻ മലയാളത്തിലേക്ക് ഒരു പുതിയ നായകൻ, എല്ലാവർക്കും കാണുന്നവരുടെ അനുഗ്രഹം. എല്ലാവരുടെയും ക്യാരക്ടറിനകത്ത് പറഞ്ഞു. എന്റെ ക്യാരക്ടർ ചോദിച്ചില്ല, ചോദിച്ചോ? എന്റെ ക്യാരക്ടർ പറഞ്ഞില്ല. അത് പറഞ്ഞോ? ഞാനതാ സസ്പെൻസ് കളയണോന്ന് വെച്ചാൽ പറയാൻ. സാബു സാറിന് എനിക്ക് സാബു സാറിനോടും മധു സാറിനോടും ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം ഒരു കിഡിലും പവർഫുൾ സാധനമാണ് തന്നത്. അത് കോട്ട് സീൻ എന്ന് പറയുന്നത് അത് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവും. തിയേറ്ററിൽ തന്നെ വന്ന് അതെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ജയിപ്പിക്കണം. തീർച്ചയായിട്ടും ഒരു അപേക്ഷ. അപ്പൊ എല്ലാവിധ ആശംസകളും. എന്തായാലും ഫാമിലിക്ക് നഷ്ടം ഉണ്ടാവില്ല, കുട്ടികൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഈ ഫിലിം എന്തായാലും ഒന്ന് കാണുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ എല്ലാരും കാണണം, അനുഗ്രഹിക്കും. യെസ്.